So, hey, what's up, guys? Welcome back to a new video. അപ്പോൾ guys, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ മെട്രിക്സ്. എന്താണ് മെട്രിക്സ്? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഗൂഗിൾ ചേസിനെ ചോദിച്ചേക്കാം എന്താണ് മെട്രിക്സ്. സോ, hey Google. How can I help you, Mr. Handsome? What do you mean by metrics? The matrix refers to the systems and structures in society that keep us bound to the traditional ways of living and working. These systems can include societal norms, cultural expectations, educational institutions, and corporate structures that often prioritize profit over people. Okay, thank you. അപ്പോൾ guys, ഇതൊക്കെയാണ് മെട്രിക്സ്. ഇന്നത്തെ വീഡിയോ ഇതോടെ വൈൻഡപ്പ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ പറയത്തില്ല, അത് വേറൊരു കാര്യം. സോ മെട്രിക്സ് ഞാൻ അതുപോലെ വാച്ച് പറയുന്നില്ല. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. രാവിലെ എണീക്കുന്നു, പണിക്ക് പോകുന്നു, വീട്ടിലേക്ക് വരുന്നു. ഇതാണോ മെട്രിക്സ്? അല്ല. ഓക്കെ, സോ ഈ മെട്രിക്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റി പറഞ്ഞാൽ ഇന്ത്യ, കേരള, പാലക്കാട് ഇത് മാത്രമല്ല മൊത്തത്തിൽ വേൾഡ് വൈഡ് ആയിട്ട് നമ്മുടെ സൊസൈറ്റി പണ്ട് മുതലേ 4 ഇയേഴ്സ് 90s ആ ടൈം തൊട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ശീലമായിട്ട് ഹാബിറ്റ് ആയിട്ട് നമുക്ക് പറയാം. സോ ഒരു എക്സാമ്പിൾ എടുക്കണേ, നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഓക്കെ, ഇന്ത്യയുടെ മെയിൻ എഡ്യൂക്കേഷൻ സിസ്റ്റം കേട്ടോ. ഒരു 5 വയസ്സ് കൊണ്ട് സ്കൂളിൽ ചേർക്കുന്നു, 10ാം ക്ലാസ് വരെ പഠിക്കുന്നു, 12 കൊല്ലം. അത് കഴിഞ്ഞ് പിന്നെ +1 +2 14 കൊല്ലം, 4 കൊല്ലം ഡിഗ്രി, 2 കൊല്ലം PG, 20 വർഷം പഠിക്കുന്നു. അതിനുശേഷം എന്ത് കിട്ടുന്നു? ഏറിപ്പോയ 20,000 രൂപ സ്റ്റാർട്ടപ്പ് ആയിട്ട് സാലറി കിട്ടുന്ന പണിക്ക് പോകുന്നു, പണിയെടുക്കുന്നു, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു, അത് കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പണിക്ക് പോകുന്നു. മൊത്തത്തിൽ കഴിയുമ്പോൾ അവസാനം കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ കടവെടുത്തൊരു വീട് വയ്ക്കുന്നു, ലോൺ അടയ്ക്കുന്നു, റിപ്പീറ്റ്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടത്തില്ല. ഇതിനൊരു ചെയ്യും. ഓക്കെ, ഇതിൽ 99% ഈ ഒരു ഫ്ലോയിലാണ് പോകുന്നത്. സോ നമ്മുടെ ലൈഫിനെ ഈ ഒരു സൈക്കിളായിട്ട് കൊണ്ടുപോകുന്നതിനെയാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അടുത്ത ടോപ്പിക് എന്താ പറഞ്ഞാൽ ഹൗ ടു എസ്കേപ്പ് ദ മെട്രിക്സ്. അപ്പോൾ ഹൗ ടു എസ്കേപ്പ്, എങ്ങനെ, എന്ത് ചെയ്താൽ എപ്പോൾ നടക്കും? ഈ പറഞ്ഞ 99%-ൽ ഒരു 50% പേരെങ്കിലും ഇന്ന് എങ്ങനെ എസ്കേപ്പ് ചെയ്യാന്ന് നല്ലൊരു ചിന്തയുണ്ടാവും, ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതൊന്ന് നടക്കുന്നത് ഒരു 1% മാത്രമേ ഉള്ളൂ. വൈ? കാരണം ഈ 50% പേര് അത് ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷെ ആ 1% പേരായിരിക്കും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു. ഹാർഡ് വർക്ക് മാത്രമല്ല, സ്മാർട്ട് വർക്ക്, രണ്ടും കൂടി മിക്സ് ആയിട്ട് നല്ലൊരു അവിൽമിൽക്ക് ഒരു അടിച്ച മെട്രിക്സ് അല്ല, പപ്പടം പഠിക്കണോ പൊടിച്ചു നോക്കും. സോ എന്താണ് മെട്രിക്സ് എന്ന് ഒന്നുകൂടി ഡെഫിനറ്റ്ലി പറഞ്ഞുതരാം. പണിക്ക് പോകുന്നു, വന്ന് കിടന്നു, റിപ്പീറ്റ് അടിക്കണം, ഡെയിലി കടന്നെപ്പോഴും വയസ്സാവുന്നു, ചത്തുപോകുന്നു, പോയി കഴിഞ്ഞു. ഇത് നമ്മൾ എങ്ങനെ ഒഴിവാക്കുന്നു? ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഉദാഹരണം കൊടുക്കാം. നമ്മൾ മാസം വെറുതെ ഇൻവെസ്റ്റ് അടിച്ച് മനസ്സിൽ ഇൻവെസ്റ്റ് അടിക്കണം. നമുക്ക് 10-50 വയസ്സോളം ബാങ്കിൽ കോടികൾ വരും. ആ ടൈമിൽ നമുക്ക് എന്ത് ഉപകാരം? ഈ 60 വയസ്സിൽ ബാങ്കിൽ കോടികൾ വന്നിട്ട് എന്താ ഉപകാരം? സോ അറൗണ്ട് 30s മാക്സിമം ആ ഒരു ടൈമിൽ നമുക്ക് കിട്ടണം ഈ മണിയും കാര്യങ്ങളും എല്ലാം. എന്നാലേ ലൈഫ് നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫിനാൻഷ്യൽ വെൽത്ത് ഉണ്ടാവുള്ളൂ. സോ അതിന് മെയിൻ ആയിട്ട് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ രീതിക്ക് പോകാം. ഇപ്പോഴത്തെ ടൈമിൽ ഓൺലൈനായിട്ട് നമുക്ക് കുറെ സ്കില്ലുകൾ പഠിച്ചെടുക്കാം. ഇഷ്ടം പോലെ സ്കില്ലുകൾ പഠിച്ചെടുക്കാം. സ്കില്ലുകൾ പഠിക്കാൻ അത്യാവശ്യം വേണ്ടത് ഒരു മൊബൈലും ഒരു ഇന്റർനെറ്റും. അത് നിങ്ങൾക്ക് ഉണ്ടല്ലോ, അത് ഉള്ളത് കൊണ്ടല്ലേ ഈ വീഡിയോ കാണുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കാം, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എടുക്കാം, ഡ്രോപ്പ് ഷിപ്പിംഗ് എടുക്കാം. ഇനി അതും പറ്റുന്നില്ലേ ഇൻസ്റ്റാഗ്രാം തീം പേജസ് എടുക്കാം, അതും പറ്റുന്നില്ലേ യൂട്യൂബിൽ വീഡിയോസ് ഇടാം. ഇനി അതൊന്നും പറ്റുന്നില്ലേ ഇപ്പൊ മുന്നിലേക്ക് ആയിരിക്കൊണ്ടിരിക്കുന്ന ടിൻ ഫേസ്ലെസ് വീഡിയോസ് എടുക്കാം. ഓക്കെ, എന്നിട്ട് എല്ലാം അപ്ലോഡ് ചെയ്യാം. തീം പേജസ് പോലെ തന്നെ തീം പേജ്, ക്യാഷ് പേജസ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ രീതി. മെയിൻ ആയിട്ട് നിങ്ങൾ അതിന് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണോ? വഴി കൂടെ വരും. തനി വഴി രജനികാന്ത് പറഞ്ഞ പോലെ അത്ര ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടതുള്ള വഴി പിന്നാലെ തന്നെ വരും. സോ ഇതിൽ മെയിൻ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കോഴ്സിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ ഏതെങ്കിലും കോഴ്സ് ഫ്രീ ആയിട്ട് വേണോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണോ ഫ്രീ ആയിട്ട്? നമ്മൾ തരാം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഫ്രീ ആയിട്ട് വേണോ? നമ്മൾ തരും. എന്താ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ അറിയില്ലേ? വെബ്സൈറ്റ് ഡിസൈനിങ് അതും തരാം. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ട് പോയി ഫോളോ അടിക്കുക, DM മെസ്സേജ് അയക്കുക, അത്രേ ഉള്ളൂ. ഏത് കോഴ്സാണോ ഫ്രീ ആയി വേണ്ടി നമ്മൾ പട്ടാന്ന് തന്നിരിക്കും.
കാരണം മെട്രിക്സ് പറഞ്ഞ സാധനം എസ്കേപ്പ് ചെയ്യണമെങ്കിൽ അതൊക്കെ സ്മാർട്ട് വർക്ക് തന്നെ വേണം, ഹാർഡ് വർക്ക് മാത്രം പോരാ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മെയിൻ ആയിട്ട് ഇതാണ്. മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞു, എങ്ങനെ എസ്കേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു, ഏത് രീതിക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ബ്രെയിൻ വർക്ക്. അത് നിങ്ങൾ തലയിലൊക്കെ കത്തേണ്ട കാര്യമുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ എന്തൊക്കെ തലകുത്തിന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അതിനെന്തെങ്കിലും മനസ്സിലായോ ഇല്ലെങ്കിൽ സ്വയമായിട്ട് ലൈക്ക് ഇന്നർ പീസ് ആ ഒരു ഫീൽ വരണം. എന്നാലേ ഈ മോട്ടിവേറ്റ് നേടാൻ പറ്റുള്ളൂ. കാരണം ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല, മൈൻഡ് സെറ്റ് വേണം. എന്നാലേ എല്ലാം നടക്കുള്ളൂ. സോ ഗൈസ്, എനിക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ നമ്മളുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ അടിക്കുക, മെസ്സേജ് അടിക്കുക, നമ്മൾ ഡീലാക്കി തന്നിരിക്കും. അപ്പോൾ ഗൈസ്, ആം ദ ബിഗിനർ, സ്റ്റെപ്പ് അപ്പ് വിത്ത് എ ബിഗിനർ. കൂടെ പല തരത്തിലുള്ളവർ ഇതിനോട് കൂടിയോ. ഇസ്മി വൈഷ്ണവ് സരിയാവും. See you on the next video, guys.